50-60 വർഷങ്ങൾക്ക് മുൻപ് ഇതേ എത്തിയിസ്റ്റുകൾ എന്താണോ യൂറോപ്യൻ പരിപ്രേക്ഷ്യത്തിൽ അതേ പരിസരത്തിൽ ചെയ്തു കൂട്ടിയത്, അതേ കാര്യങ്ങൾ ഇടതടവില്ലാതെ രഹസ്യമായി ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ തുടക്കം എവിടെ നിന്നറിയോ? ഇവിടെ പ്രൈഡ് മാർച്ച് എന്ന പേരിൽ കേരളത്തിൽ വലിയ ആചാരങ്ങൾ. നമ്മുടെ എല്ലാ നഗരമധ്യത്തിൽ അർദ്ധനഗ്നരായിക്കൊണ്ട് കുറെ ആളുകൾ LGBTQ എന്ന് പറഞ്ഞ് വാദിച്ചു. സ്ത്രീകളുടെ അവകാശ പോരാട്ടമാണെന്ന് വാദിച്ചു. ലോകത്ത് വേൾഡ് മാസ്റ്റർബേഷൻ ഡേ എന്ന് പറഞ്ഞിട്ട് ക്യാമ്പസുകളിൽ സ്വയംഭോഗത്തെ വരെ ന്യായീകരിച്ചുകൊണ്ട് കുറേ വാദഗതികൾ നടന്നു. ഇനിയോ ക്യാമ്പസിലേക്ക് നവാഗതരായി കയറിക്ക് പോകുന്ന കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ, ഒരാൾ തികച്ചും ലൈംഗികമായ വൃത്തികൾ രഹസ്യമായി ചെയ്യുന്ന കാഴ്ചകൾ പരസ്യമായി ബോർഡ് വെച്ചിട്ട് ഇതൊക്കെ എന്താണ് ഇനി അശ്ലീലത എന്ന് പറയേണ്ടത് ചോദിച്ച് കാഴ്ചവെച്ചു. ഇത്തരത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഐഡന്റിറ്റി തന്നെ ഇല്ലാതാക്കിയ അതേ മനുഷ്യർ പിന്നീട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് ഈ സ്കൂൾ കരിക്കുലത്തിൽ ചെയ്തു കൂട്ടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ മക്കൾ പഠിക്കുന്ന കരിക്കുലവുമായി ബന്ധപ്പെട്ട NSS ക്യാമ്പുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം വലിയൊരു വിഷയമാണ് ഞാൻ ഇവിടെ പറയുന്നില്ല. എന്തായാലും തുടർച്ചയായിക്കൊണ്ട് ഈ ജെൻഡറുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നു. പിന്നീടോ ഇവരുടെ സിനിമകളിൽ അടിച്ചു കയറ്റി. ഓരോ സിനിമകൾ പുറത്തു വരുമ്പോഴും നമ്മുടെ മക്കൾ അറിയാതെയെങ്കിലും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇരുത്തി. ഹൂ ഇസ് എ ഗേ, ഹൂ ഇസ് എ ലെസ്ബിയൻ, കുഞ്ഞു മക്കൾ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടു ചെന്നെത്തിച്ചു. ഇനിയോ അവസാനം ഇവിടെയുള്ള മന്ത്രി തന്നെ പറഞ്ഞു, ഈ ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളും പുരുഷന്മാരും കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാരമാണ്, ആ ബർഡൻ എടുത്ത് മാറ്റിയിട്ട് ഇനി അങ്ങനെ ഒന്നും വേണ്ടാന്ന് അവസാനം പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്, ഈ കേരളത്തിൽ നിങ്ങൾ ഒളിച്ചു കടത്തുന്ന ഇതേ വാദഗതികൾ എത്തീസത്തിൻ്റെ പേരിൽ, പുരോഗമനത്തിൻ്റെ പേരിൽ, യുക്തിവാദത്തിൻ്റെ പേരിൽ, ശാസ്ത്രത്തിൻ്റെയും സയൻറ്റിഫിക് ടെമ്പറിൻ്റെയും നാഴികക്ക് 40 വട്ടം ആർട്ടിക്കിൾ 51 വായിക്കുന്ന ആളുകൾ നിങ്ങൾ കയറ്റിക്കൂട്ടുന്നത് ഒരിക്കലും ശാസ്ത്രത്തിന് നിരക്കാത്തതാണ്, യുക്തിക്ക് നിരക്കാത്തതാണ്, പുരോഗമനത്തിന് നിരക്കാത്തതാണ്.